ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ശ്രീനാരായണ ധർമ്മ വഴികൾ അതിൻ്റെ 5-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പഞ്ചമഹാസർഗം എന്നൊക്കെ പറയും. കഴിഞ്ഞ 4 സർഗങ്ങളിലൂടെ നാം ഓരോന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഇന്ന് 5-ാമത്തെ സർഗം എന്താ നോക്കാം. 5-ാമത്തെ സർഗം എന്ന് പറയുന്നത് ആശ്രമധർമ്മമാണ്. ആശ്രമധർമ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ആശ്രമത്തിലെ കാര്യങ്ങളല്ല. ഗൃഹസ്ഥൻ്റെ ആശ്രമം, ഗൃഹസ്ഥാശ്രമം എന്നൊന്നുണ്ട്. വീട് തന്നെ വാസ്തവത്തിൽ ഒരു ആശ്രമം പോലെ കഴിഞ്ഞു പോകേണ്ടതാണ്. കഴിയുന്നുണ്ടോ ഇല്ലയെന്നോ അതൊക്കെ വേറെ കാര്യം, കഴിഞ്ഞു പോകേണ്ടതാണ്. ആശ്രമധർമ്മത്തിൽ വീണ്ടും പറയണു, അദ്ദേഹം നമ്മളോട് പറഞ്ഞു വച്ചു. എന്താ? പൂർവാചാര്യ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ചിതദഹപരം വാനപ്രസ്ഥം ച സന്യാസ ആശ്രമൗ ചതു ജഗും. ഈ ജഗത്തിൽ നമ്മുടെ പൂർവാശ്രമത്തിലെ ആചാര്യന്മാർ പറഞ്ഞു. ആചാര്യന്മാർ അർത്ഥശങ്കയില്ലാതെ പറഞ്ഞതാ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. 4 ആശ്രമങ്ങളാണുള്ളത്. ഇത് 4ഉം നമ്മളെപ്പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ബ്രഹ്മചര്യം, ഒരു ആൺകുട്ടി ഏതാണ്ട് 24 വയസ്സ് വരെയും ഒരു പെൺകുട്ടി 18 വയസ്സ് വരെയും തുടർന്നു പോരുന്ന ജീവിതത്തിൻ്റെ ചര്യാമര്യാദയാണ് ബ്രഹ്മചര്യം. അത് കഴിഞ്ഞ് അവര് വിവാഹിതരായി ഗാർഹസ്ഥ്യത്തെ പ്രാപിക്കും, കുടുംബജീവിതം തുടങ്ങും. അതൊരു 10-70 വയസ്സാകുമ്പോഴേക്കും കുടുംബജീവിതത്തിൽ ചെയ്യേണ്ടുന്നവയെല്ലാം ചെയ്ത് വാനപ്രസ്ഥം സ്വീകരിക്കണം. വനമില്ലാത്തത് ഇനിയിപ്പോൾ അത് വേണ്ട. സന്യാസം എന്നുവെച്ചാൽ ആശ്രമത്തിൽ പോകണമെന്നല്ല, നിർമ്മമനായ ഒരു യോഗിയെ പോലെ, സന്യാസിയെ പോലെ കുടുംബാംഗങ്ങളോടൊത്ത് വീട്ടിൽ കഴിയുന്നതിനെയാണ് സന്യാസം എന്ന് പറഞ്ഞത്. ഈ 3 എടുത്താൽ മതി. ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, പിന്നെന്താ മൂന്നാമത്തെ എന്താ പറഞ്ഞത്? മൂന്നാമത്തെ എന്താ പറഞ്ഞ? വാനപ്രസ്ഥം വേണ്ടെന്ന് പറഞ്ഞല്ലോ. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? സന്യാസം എന്നുവെച്ചാൽ സന്യസിക്കാൻ പോകണമെന്നല്ല. സന്യാസിയെ പോലെ ഇന്ദ്രിയങ്ങളെ ഉള്ളടക്കി കുടുംബത്തിൽ കഴിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് എന്താ പറഞ്ഞ? അവിഛിന്ന ബ്രഹ്മചര്യ പ്രശസ്തമതി ശാലീനം നേതൃത്വ മർഹടസ്ഥൗ തു ജനതാ പരിവേഷതേ. ബ്രഹ്മചര്യവ്രതശാലികളായ സ്ത്രീ പുരുഷന്മാർ അവരീ പറഞ്ഞ ആശ്രമ ജീവിതം നയിച്ചുകൊണ്ട് പോയാൽ എന്താ ഗുണം? ജനമധ്യത്തിൽ നേതാക്കന്മാരായി ഭവിക്കുന്നു എന്നറിയണം. ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിൽ ഏറ്റവും നല്ല ആളുകളായി അവർ മാറും. ഈ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും സന്യാസവും പോലെ ജീവിച്ചാലാവും. ഇത് വല്ലതും മനസ്സിലാവണ്ട, കേൾക്കണണ്ട. ഇതാണ്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കൂ. 3 ബഹുധാപി വിഭക്തം തത് സാധുമാനവ ജീവിതം തത്തദാശ്രമ സംബന്ധ വിധേയോ വിവിധ അപി. എന്താണ് അർത്ഥം? എന്താണ് പറഞ്ഞത്? നല്ല തരത്തിലുള്ള ജീവിതം പല തരത്തിൽ വിഭജിച്ചിരിക്കുന്നു പറഞ്ഞല്ല. ബ്രഹ്മചര്യമായിട്ട് ജീവിച്ച, വിവാഹം കഴിച്ച, കുടുംബ ജീവിതം നയിച്ച, പിന്നീട് ഒരു 10-70 വയസ്സാകുമ്പോൾ ലോകം നന്നാക്കാനെന്ന് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ആ 10-20 വർഷക്കാലം ലോകം നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ. ഇനി 70-80 വയസ്സ് 90 വയസ്സായിട്ടൊക്കെ ലോകം നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെയും പോയിക്കൊള്ളട്ടെ. ആശ്രമവിധി അനുസരിച്ച് പല വിധത്തിലും
ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നു എന്നറിയണം. നല്ല ആശ്രമവിധി അറിയാവുന്ന മനുഷ്യന്മാരും വിദ്വാൻമാരുമായിട്ടൊക്കെ ഇടപെട്ട് ജീവിതത്തെ സുഗമമാക്കി കൊണ്ടുപോവാൻ കഴിയണം. മനസ്സിലായോ? ഇനിയാണ് നാലാമത് പറയാം. യഥാവധ ആശ്രമവിധി സമഷ്ടിതവാൻ പുമാൻ സ്വയമേവതി വിജ്ഞേയോ ലോകാർ അർത്ഥഃ. ലോകത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി ജീവിക്കുക. ആശ്രമവിധികളെ വിധി പോലെ ആരാഞ്ഞ് അനുഷ്ഠിക്കുന്നവൻ ആരാണോ അവനാണ് ലോക തത്വാർത്ഥങ്ങളെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിനൊരു തത്വമുണ്ട്, അതിനർത്ഥമുണ്ട് കിട്ടാം. അത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടൊന്നും ലോകതത്വങ്ങളില്ല എന്ന് വരുന്നില്ല. അതറിയണം. അങ്ങനെ അറിയുന്നവരായ യോഗികളാൽ പുരുഷൻ എന്നറിയപ്പെടും, സ്ത്രീ എന്നറിയപ്പെടും, വനിത, സ്ത്രീ രത്നം എന്നൊക്കെ വീട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞ വാക്കൊന്നുമല്ല. ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, സന്യാസ ജീവിതം സ്വജീവിതത്തിൽ തന്നെ ഗൃഹത്തിൽ നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമാനമായ ഒരു മാർഗത്തെ കാണിച്ചു കൊടുക്കാൻ ആർക്കാണോ കഴിയുന്നത് അവർ യശസ്വികളാണ്. അവർ മൺമറഞ്ഞ് ഭൂമുഖത്തുനിന്ന് പോയാലും നാരായണ ഗുരുവിനെ പോലെ സമാധിയായിട്ട് 98 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗുരുവിനെ എല്ലാവരും ഇപ്പോഴും ഓർമ്മിക്കുന്നത് യശസ്വി ആയതുകൊണ്ടാണ്. ആ യശസ്വിയായ മഹാഗുരുവിനെ വാഴ്ത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. മഹാഗുരുവിൻ്റെ അരുളപ്പാടുകളിൽ ജീവിതത്തെ ധന്യമാക്കുവാൻ അന്ധകാര നിബിഡമായ ലോകജീവിതം കൊണ്ട് ഉള്ളിൽ അന്ധകാരം നിറഞ്ഞു പോയതിനെ മാറ്റാൻ, അകക്കണ്ണ് തുറക്കാൻ നാരായണ ഗുരുസ്വാമികൾ ചക്ഷുരുന്മീലിതം യേന ആന്തരമിഴികളിൽ കൺമഷി പുരട്ടാൻ വന്ന മഹാസിദ്ധനാണ്. ആ പാദങ്ങളിൽ തൽക്കാലം നമുക്കിതെല്ലാം സമർപ്പിച്ചിട്ട് പിരിയാം. ഇന്നലെ പറഞ്ഞ പോലെ വീണ്ടും ഇന്നലെ സംശയങ്ങൾ ചോദിച്ചത് വളരെ കുറച്ച് ആളുകൾ ചോദിച്ചുള്ളൂ. ഇവിടെ ഉള്ളവർ ഇന്നലത്തെ അത്ര ആളുകൾ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ടുള്ളവർ സംശയങ്ങളൊക്കെ ചോദിക്കണം, ഉത്തരമെല്ലാം കിട്ടും എന്ന് മാത്രം പറഞ്ഞിട്ട് തൽക്കാലം നാളെ 6ാം സർഗവുമായി വരാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. ജീവിതം പൂർണ്ണമാകട്ടെ, സുഖമാവട്ടെ, ശാന്തി നമുക്കെപ്പോഴും ലഭിക്കുമാറാകട്ടെ.